ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം വിശ്വസ്മൈ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 51-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. 51-ാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ 486 നാമങ്ങൾ പഠിച്ചു. 486. ഇന്ന് പഠിക്കേണ്ട ശ്ലോകം 52. ശ്ലോകം വായിക്കാം. ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വരഃ ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃദ്ഗുരുഃ. 8 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ള. 8 നാമം ഏതൊക്കെയാണെന്ന് നോക്കാം. ഗഭസ്തിനേമിഹി സത്വസ്ഥഃ സിംഹഃ ഭൂതമഹേശ്വരഃ ആദിദേവഃ മഹാദേവഃ ദേവേശഃ ദേവഭൃദ്ഗുരുഃ. 8 നാമങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ഗഭസ്തിനേമിഹി സത്വസ്ഥഃ സിംഹഃ ഭൂതമഹേശ്വരഃ ആദിദേവഃ മഹാദേവഃ ദേവേശഃ ദേവഭൃദ്ഗുരുഃ. ഇങ്ങനെ 8 നാമങ്ങൾ. ഇനി നമുക്ക് ഓരോ നാമം എടുത്തു നോക്കാം. ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വരഃ ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃദ്ഗുരുഃ. ആദ്യത്തെ നാമം ഗഭസ്തിനേമിഹി. ഇവിടെ രശ്മികളുടെ നേമിയായവൻ എന്ന് പറഞ്ഞാലോ സൂര്യഭഗവാൻ അല്ലേ. ഭഗവാൻ രശ്മി വ്യൂഹത്തിൻ്റെ അച്ചുതണ്ടായിട്ട് നിൽക്കുന്നു. അപ്പം 440-ാമത്തെ നാമത്തിൽ നമ്മൾ നക്ഷത്രനേമി എന്ന് പഠിച്ചു. അപ്പം സൂര്യനാരായണനായി സമുദ്രമണ്ഡല മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിരൺമയമായ ശരീരത്തോടെ ശംഖചക്ര ഗദാധാരിയായി വർത്തിക്കുന്നു എന്ന് നമുക്കിന്ന് വ്യാഖ്യാനിക്കാം. അപ്പം ഗഭസ്തിനേമിഹി. ഇനി സമുദ്രമണ്ഡല മധ്യവർത്തി നാരായണൻ സൂര്യ ആത്മാവായിട്ട് വിളങ്ങുന്നു. അതുകൊണ്ടും ഭഗവാൻ ഗഭസ്തിനേമിഹി. അടുത്ത നാമം സത്വസ്ഥഃ. സത്യഗുണ സ്വരൂപൻ എന്നൊരർത്ഥം. സത്വങ്ങളിൽ ജീവനായവൻ എന്ന് 2 അർത്ഥം. 2ാമത്തെ അർത്ഥം സത്വങ്ങളിൽ, അതായത് ജീവികളിൽ ജീവനായവൻ. സത്വഗുണം പ്രകാശരൂപമാകുന്നു. സത്യഗുണം വർദ്ധിക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ ദ്വാരങ്ങളിലും പ്രകാശമുണ്ടാകുന്നു എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ജ്ഞാനമാണ് പ്രകാശം. ഭഗവത്ഗീത 14-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകത്തിൽ സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ. മഹാവിഷ്ണു ശുദ്ധ സത്വഗുണം തന്നെ ആയതുകൊണ്ട് ചൈതന്യ സ്വരൂപനാണ്. ശുദ്ധ സത്വ സ്വരൂപൻ. എല്ലാ പ്രാണികളിലും നിലനിൽക്കുന്നതിനാൽ സത്വസ്ഥൻ എന്നും വ്യാഖ്യാനിക്കാം. എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയാകാശത്തിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്ന് ഗീതയിൽ പറയുന്നുണ്ട്.
ഭഗവത്ഗീത 13-ാമത്തെ അധ്യായത്തിൽ 61-ാമത്തെ നാമം. അത് അധ്യായം 18 13 എന്ന് സംശയം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ടതി. അല്ലയോ അർജുന, ഈശ്വര ഭൂതങ്ങളുടെയും ഹൃദയാകാശത്തിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയമാകുന്ന ആകാശത്തിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. അടുത്ത നാമം സിംഹ. സിംഹം എന്നൊരർത്ഥം, നരസിംഹമായവന് വേറൊരർത്ഥം. അവതാരങ്ങളിലെല്ലാം ദുഷ്ടനിഗ്രഹണം ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി സിംഹത്തെ പോലെ വീരശൂര പരാക്രമങ്ങൾ കാണിച്ചതിനാൽ സിംഹ എന്ന നാമം ഭഗവാന്. പൂർണ്ണമായ പേരിനെ ലോപിപ്പിക്കുന്ന സമ്പ്രദായം സാധാരണമാണ്. അപ്പോൾ ഭീമ എന്ന ഭീമസേനനും ഭാമ എന്ന സത്യഭാമയ്ക്കും പേര് കൊടുത്തതുപോലെ അപ്പം സിംഹം നരസിംഹമായവൻ, രണ്ട് അർത്ഥം. അടുത്ത നാമാണ് ഭൂതമഹേശ്വര. ജീവജാലങ്ങൾക്ക് മഹാനായ ഈശ്വരൻ, സത്യസ്വരൂപൻ, എല്ലാ ജീവജാലങ്ങളിലും അധിവസിക്കാനുള്ള അല്ലെങ്കിൽ അധീശാധികാരമുള്ള ഈശ്വരൻ എന്നും ഭൂതത്തിൻ്റെ മഹാനായ ഈശ്വരൻ എന്നും വ്യാഖ്യാനിക്കാം. അപ്പം സിംഹം എന്ന പേര് ഭഗവാന് അന്വർത്ഥാവുന്നു. അടുത്ത നാമം ആദിദേവ. ആദിയും ദേവനുമായവൻ. അടുത്ത നാമം ആദിദേവ. ഭൂതമഹേശ്വര എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾക്ക് മഹാനായ ഈശ്വരൻ, സത്യസ്വരൂപൻ, എല്ലാ ജീവജാലങ്ങളിലും അധീശാധികാരമുള്ള ആ ഈശ്വരൻ എന്നും ഭൂതത്തിൻ്റെ മഹാനായ ഈശ്വരൻ എന്നും വ്യാഖ്യാനിക്കാം. 490 രണ്ടാമത്തെ നാമം, മൂന്നാമത്തെ നാമം ആദിദേവ. ആദിയും ദേവനുമായവൻ, ആദാനം ചെയ്യുന്നതിൽ ആദിയായ ദേവൻ എന്നും എടുക്കാം. അപ്പോൾ കാരണരൂപനായ മഹാവിഷ്ണു എല്ലാത്തിനും മുമ്പ് പുരാതനവും നിത്യനുമായി നിൽക്കുന്നതിനാൽ ആദിദേവൻ അപ്പം ആദിദേവ, ആദിയും ദേവനുമായവനെന്നും ആദാനം ചെയ്യുന്നതിൽ ആദിയായ ദേവനെന്നും അർത്ഥം. ഭക്തന്മാരുടെയൊക്കെ മനസ്സിലുള്ള നാമഭേദങ്ങളെ ആദാനം ചെയ്ത് ഭക്തന്മാർക്ക് തൻ്റെ ഭാവം തന്നെ നൽകുന്ന ദേവനാണ് ഒന്നാമത്തെ ദേവൻ എന്നും വ്യാഖ്യാനിക്കാം നമുക്ക്. ആദ്യത്തെ ദേവൻ. അടുത്ത നാമം മഹാദേവ. ആത്മസ്വരൂപൻ എന്നൊരർത്ഥം, ഏറ്റവും വലിയ ദേവൻ എന്ന് വേറൊരർത്ഥം, പൂജയ്ക്ക് അർഹനായ ദേവന് മൂന്നാമത്തെ അർത്ഥം. അപ്പം സർവഭാവങ്ങളും ത്യജിച്ച് ആത്മാവിൽ തന്നെ സ്വാഭാവികമായി സ്ഥിതി ചെയ്യുന്ന ശുദ്ധജ്ഞാന സ്വരൂപനാണ് മഹാവിഷ്ണു. അപ്പം അഥർവശീർഷ ഉപനിഷത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സർവാൻ ഭാവാൻ പരിത്യജ്യ ആത്മജൽ ജ്ഞാനേന
യോഗൈഃ ഐശ്വര്യേണ മഹൽ മഹീയതേ തസ്മാതുച്യതേ മഹേശ്വര എന്ന്. സർവഭാവങ്ങളെയും ത്യജിച്ച് ആത്മജ്ഞാനം കൊണ്ടും യോഗ ഐശ്വര്യം കൊണ്ടും സ്വമഹിമയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അങ്ങയെ മഹേശ്വരൻ എന്ന് പറയുന്നു. മറ്റെല്ലാ ദേവന്മാർക്കും അപ്പം സർവഭാവങ്ങളെയും ത്യജിച്ച് ആത്മജ്ഞാനം കൊണ്ടും യോഗ ഐശ്വര്യം കൊണ്ടും സ്വമഹിമയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അങ്ങയെ മഹേശ്വരൻ എന്ന് പറയുന്നു. മറ്റെല്ലാ ദേവന്മാർക്കും ആധാരമായി ഉത്ഭവസ്ഥാനമായി നിൽക്കുന്നതുകൊണ്ടും മഹാദേവൻ. അതായത് മഹഹ അത് പൂജ, മഹ എന്ന് പറഞ്ഞാൽ പൂജ. അപ്പോൾ ഇതിന് ഏറ്റവും അർഹനായത് മഹാദേവനാണ് എന്നും അർത്ഥം എടുക്കാം. ഇനി അടുത്ത നാമം ദേവേശക, ദേവന്മാരുടെയൊക്കെ ഈശൻ. ഇന്ദ്രാദികളായ ദേവന്മാരുടെ ഈശനാണ് പ്രധാനഭൂതമായ ഇന്ദ്രാദികളായ, അതായത് മഹാവിഷ്ണു. ഇന്ദ്രാദികളായ ദേവന്മാരുടെ ഈശനാണ് മഹാവിഷ്ണു. മഹാവിഷ്ണുവാണ് ഏറ്റവും ഉന്നതനായ ദൈവമെന്ന് തൈത്തിരീയ സംഹിത പറയുന്നു. വിഷ്ണു പരമഹ എന്ന്. അടുത്ത നാമം ദേവഭൃത് ഗുരുഹു. ദേവഭൃത് ഗുരുഹു, ഇന്ദ്രനെയും ഭരിക്കുന്നവൻ. ദേവഭൃത് എന്നാൽ ദേവന്മാരെ ഭരിക്കുന്നവൻ എന്നാണ്. അതായത് ദേവേന്ദ്രൻ്റെ ഉപദേഷ്ടാവും ശാസകനും എല്ലാം മഹാവിഷ്ണുവാണ്. അപ്പോൾ അതിനാൽ ദേവഭൃത് ഗുരുഹു, ദേവഭൃത് ഗുരു. അദ്ദേഹത്തെ ഭയന്ന് സൂര്യനും ഇന്ദ്രനും വായുവും മൃത്യുവും അവരവരുടെ പ്രവൃത്തികളിൽ വ്യാപ്തമായിരിക്കുന്നു എന്ന് ഉപനിഷത്തുക്കൾ ഘോഷിക്കുന്നു. കഠോപനിഷത്തിൽ ഭയാദസ്യാഗ്നിസ്തപതി ഭയാത്തപതി സൂര്യഃ ഭയാദിന്ദ്രശ്ച വായുശ്ച. അപ്പം ദേവഭൃത് ഗുരുഹു, ഇന്ദ്രനെയും ഭരിക്കുന്നവൻ. ദേവഭൃത്ത് എന്ന ദേവന്മാരെ ഭരിക്കുന്നവൻ, അതായത് ദേവേന്ദ്രൻ്റെ ഉപദേഷ്ടാവും ശാസകനും മഹാവിഷ്ണുവാണ്. അതിനാൽ ദേവഭൃത് ഗുരു അദ്ദേഹത്തെ ഭയന്ന് സൂര്യനും ഇന്ദ്രനും വായുവും മൃത്യുവും. ഇനി കഠോപനിഷത്തിൽ പറഞ്ഞു ഭയാദസ്യാഗ്നി സ്തപതി ഭയാത്തപതി സൂര്യഃ ഭയാദിന്ദ്രശ്ച വായുശ്ച മൃത്യുർധാവതി പഞ്ചമാന്ന്. അതുപോലെ തന്നെ തൈത്തിരീയ ഉപനിഷത്തിലെ ഭീഷാസ്മാദ് വാദപവതേ ഭീഷാദേതി സൂര്യ ഭീഷാസ്മാദ് ദഗ്നീശ്ചേന്ദ്രശ്ച മൃത്യുഹു ധാവതി പഞ്ചമഃ എന്ന്. അപ്പം എല്ലാ ദേവന്മാരെയും പോഷിപ്പിക്കുന്ന മഹാവിഷ്ണുവാണ്. എല്ലാ വിദ്യകളെയും ആസ്ഥാനമായ എല്ലാ വിദ്യകളുടെയും ആസ്ഥാനവും മഹാവിഷ്ണു തന്നെ. അപ്പം ദേവന്മാരുടെ പരമഗുരുവാണ് മഹാവിഷ്ണു. ഇനി നമ്മൾക്ക് ഓരോ വാക്കിലെ അർത്ഥം നോക്കിയിട്ട് ടോട്ടൽ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോഭൂത മഹേശ്വരഃ ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃത് ഗുരു.
അതായത് ഗഭസ്തിനേമി രശ്മി സമൂഹത്തിൻ്റെ നടുവിൽ വൃത്താകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യമൂർത്തി സത്വസ്ഥ സത്വഗുണസ്വരൂപൻ, സത്വങ്ങളിൽ ജീവനായി നിൽക്കുന്നവൻ. സിംഹ സിംഹത്തെ പോലെ പരാക്രമശാലി, നരസിംഹമൂർത്തി. ഭൂതമഹേശ്വര ജീവജാലങ്ങൾക്ക് മഹാനായ ഈശ്വരൻ. ആദിദേവക ആദിയും ദേവനുമായവൻ, ആദാനം ചെയ്യുന്ന ദേവൻ. അടുത്ത നാമം മഹാദേവക സ്വമഹിമയിൽ തന്നെ നിൽക്കുന്ന ആത്മസ്വരൂപൻ, മറ്റ് ദേവന്മാർക്ക് ഉത്ഭവസ്ഥാനമായി നിൽക്കുന്ന ദേവൻ, ഏറ്റവും പൂജയ്ക്ക് അർഹനായ ദേവൻ എന്നൊക്കെ അർത്ഥം. ദേവേശക ദേവന്മാരുടെ ഈശൻ. ദേവഭൃദ്ഗുരുഹു ദേവേന്ദ്രനെയും ശാസിക്കുന്നവൻ. അപ്പോൾ ടോട്ടൽ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃദ്ഗുരുഹോ. രശ്മികളുടെ അച്ചുതണ്ടായ സൂര്യഭഗവാനായതും സത്വഗുണസ്വരൂപനും നരസിംഹരൂപിയും ഭൂതജാലങ്ങൾക്ക് മഹേശ്വരനായവനും ഭക്തർക്ക് തൻ്റെ ഭാവം തന്നെ നൽകുന്ന ദേവനും പൂജയ്ക്ക് അർഹനായവനും ദേവന്മാരുടെ ഈശ്വരനും ദേവേന്ദ്രനെ പോലും ഭരിക്കുന്നവനും ഭഗവാൻ വിഷ്ണു തന്നെ. ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃദ്ഗുരുഹോ. രശ്മികളുടെ അച്ചുതണ്ടായ സൂര്യഭഗവാനായതും സത്വഗുണസ്വരൂപനും നരസിംഹരൂപിയും ഭൂതജാലങ്ങൾക്ക് മഹേശ്വരനായവനും ഭക്തർക്ക് തൻ്റെ ഭാവം തന്നെ നൽകുന്ന ദേവനും പൂജയ്ക്ക് അർഹനായവനും ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃദ്ഗുരുഹോ. രശ്മികളുടെ അച്ചുതണ്ടായ സൂര്യഭഗവാനായതും സത്വഗുണസ്വരൂപനും നരസിംഹരൂപിയും ഭൂതജാലങ്ങൾക്ക് മഹേശ്വരനായവനും ഭക്തർക്ക് തൻ്റെ ഭാവം തന്നെ നൽകുന്ന ദേവനും പൂജയ്ക്ക് അർഹനായവനും ദേവന്മാരുടെ ഈശ്വരനും ദേവേന്ദ്രനെ പോലും ഭരിക്കുന്നവനും ഭഗവാൻ വിഷ്ണു തന്നെ. അപ്പം ഇതോടുകൂടി ഈ ശ്ലോകം കഴിഞ്ഞു. അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ് വരും വരെ ഹരി ഓം നാരായണ സകലം ശ്രീ കൃഷ്ണാർപ്പണമസ്തു.